അന്ന് ആ ചർച്ച അവതരിപ്പിച്ച വേണു ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളുടെ ഭാഗമായിട്ട് സ്പീക്കറെ വളരെ ശക്തമായിട്ട് വിമർശിക്കുന്ന ചില പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഞാനും ചിലതൊക്കെ പറഞ്ഞു. അന്നത്തെ ഒരു സാഹചര്യമായിരുന്നു. അന്ന് നിയമസഭയിൽ നടന്നതുമായി ബന്ധപ്പെട്ടാണ് അതൊക്കെ ഉണ്ടായത്. അന്ന് വേണു ബാലകൃഷ്ണനെതിരായിട്ട് സ്പീക്കർ അവകാശ ലംഘനത്തിന് നടപടിയെടുത്തു. പിന്നീട് ഇത് രമ്യതയിൽ തീർത്തു എന്നാണ് എൻ്റെ ഓർമ്മ. ഇത് മറക്കരുത്. അങ്ങനെ ചാനൽ ചർച്ചയിൽ അവിടെയും ഇവിടെയും ഒക്കെ ഇരുന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്നും പറയാൻ പറ്റത്തില്ല സാർ. പി രാജീവും എം പി രാജേഷും നിയമസഭയിൽ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ആരാണ് ഏറ്റവും കൂടുതൽ ശക്തമായി ന്യായീകരിക്കുക എന്ന കാര്യത്തിൽ മത്സരത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവരാ ഈ രണ്ടുപേര്. ആദ്യം അത് രാജീവായിരുന്നു, രാജീവിന്റെ കുത്തകയായിരുന്നു. പക്ഷെ സ്പീക്കർ സ്ഥാനം ഒഴിഞ്ഞ് എം പി രാജേഷും കൂടെ വന്നതോടെ തമ്മിൽ മത്സരമായി. പക്ഷെ ആ വിഷയം വന്നപ്പോ CPM തനി ഗുണം പ്രദർശിപ്പിച്ചു. അത് അങ്ങേയറ്റം അല്പത്തരമായി പോയി. ഒരു പത്രലേഖകൻ എന്ന നിലയിൽ ഞാൻ പരിചയപ്പെട്ടുള്ള സ്പീക്കർമാരിൽ മിക്കവരും ഞാൻ ഈ നേരത്തെ പറഞ്ഞ രണ്ട് കർത്തവ്യങ്ങളെ കടമകൾ നിർവഹിച്ചു പോകുന്ന ആളാ. അങ്ങ് അതിൽ നിന്ന് മാറരുത്. സ്പീക്കർ നീതി പാലിക്കണമെന്ന് എഴുതിയ ഒരു ബാനർ ഇന്നലെ പ്രതിപക്ഷം അവിടെ ഉയർത്തി. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. നിയമസഭയിൽ അത് ചെയ്യരുത്, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് കരുതുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമികയില് ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ചുമ്മാതെ കൊന്നുകളയുന്ന ഒരാള് കൊലവിളി നടത്തുക, അതിനെപ്പറ്റി ചർച്ച ചെയ്യണം നമ്മുടെ നിയമസഭ എന്ന് പറയുന്നത് തള്ളിക്കളയുക. എന്താണ് ഇതിന്റെ അർത്ഥം? മനസ്സിലാവുന്നില്ല. ഇതിന്റെ കുഴപ്പം എവിടെ കിടക്കുന്ന അറിയോ? ഈ CPM ഇപ്പോഴും EMS കാലത്ത് കിടക്കുക. EMS യുഗത്തിലാണ് ഇപ്പോഴും അവർ അഭിരമിക്കുന്നത്. കേരള കമ്മ്യൂണിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോഴും പ്രധാന ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ്സാ. കോൺഗ്രസിനെ തറ പറ്റിക്കണം, തോൽപ്പിക്കണം, അതാണ് അവരുടെ വിചാരം. അതിനപ്പുറത്ത് മറ്റൊരു രാഷ്ട്രീയം, ഒരു അജണ്ട അവർക്കില്ല. അതേസമയം BJP നമ്മുടെ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും മതനിരപേക്ഷതയ്ക്കും എല്ലാം വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അവിടെ അതിൽ എതിർക്കപ്പെടേണ്ടതായിട്ടൊന്നും CPM കാണുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും പ്രധാന എതിരാളിയായിട്ട് കോൺഗ്രസിനെ കാണുക. അപ്പൊ കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയുടെ ജീവന് വേണ്ടി ഞങ്ങളുടെ ഭരിക്കുന്ന സംസ്ഥാനത്ത് ഈ നിയമസഭ ചർച്ച ചെയ്യുന്നത് ശരിയാവുകയില്ല എന്നൊരു തോന്നല. അത് അരുത് എന്ന വിചാരമാണ്, വിശ്വാസമാണ്. അതാണ് ഇന്നലെ നിയമസഭയിൽ നടന്ന സംഭവ വികാസങ്ങളുടെ അടിത്തട്ടിലുള്ളത്. പിന്നെ പിണറായി രാഹുലിനെ ഭയപ്പെടുന്നതിലും വലിയ അത്ഭുതമൊന്നുമില്ല. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. മെയ് മാസത്തിലൊക്കെ ആയിരിക്കും, ഏപ്രിലോ മെയ്യിലോ. അപ്പോൾ പിണറായിയുടെ മൂന്നാമത്തെ തുടർഭരണമെന്ന അത്യാഗ്രഹത്തിന് എതിരായി നിൽക്കുന്ന UDF, അതിനെ നയിക്കുന്ന പാർട്ടി കോൺഗ്രസ്. ആ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസാ, അങ്ങനെ നയിക്കുന്ന പാർട്ടിയാ. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് വേണ്ടി നിയമസഭ സംസാരിക്കാൻ പറ്റുമോ? ശബ്ദം ഉയർത്താൻ പറ്റുമോ? അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊല്ലും എന്ന് പറയുന്നവനെതിരെ ഞങ്ങൾ ഫലപ്രദമായ നടപടികൾ എടുക്കാൻ പറ്റുമോ? ഇതല്ലേ ഇന്നലെ നമ്മൾ നിയമസഭയിൽ കണ്ടത്? ഈ രാഷ്ട്രീയമല്ലേ ഇന്നലത്തെ അടിയന്തര പ്രമേയത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത് കേരള നിയമസഭയിൽ? കേരളത്തിന്റെ ചിന്തകളിൽ പോലും രാഹുൽ ഗാന്ധി എന്ന നാമം കടന്നു വരരുത് എന്ന സൂക്ഷ്മമായ നിർബന്ധ ബുദ്ധിയായിരുന്നു ഇതിന്റെ എല്ലാം പിന്നിൽ. പ്രിയപ്പെട്ട സ്പീക്കർ സാർ, അങ്ങനെ വളരെയധികം ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഒരു സംശയം, രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ളൊരു വധഭീഷണി അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസായിട്ട് വരുമ്പോൾ അത് പരിഗണിക്കാൻ പോലും പ്രധാനപ്പെട്ട വിഷയമല്ല എന്ന് അങ്ങ് എങ്ങനെയാണ് തീരുമാനിച്ചത്? ഏത് മാനദണ്ഡം ഉപയോഗിച്ചാണ്? ഈ വിഷയത്തിന്റെ തീവ്രത അളക്കുന്ന ഏത് മാനദണ്ഡമാണ് സ്പീക്കർ ഉപയോഗിച്ചത്? ഒരു സ്പീക്കർക്ക് ഇന്ത്യ പോലും ജനാധിപത്യ രാജ്യത്ത് രണ്ട് ഉത്തരവാദിത്തങ്ങളാണ് ഉള്ളത്. ഒന്ന്, സർക്കാരിന്റെ ബിസിനസ് നടത്തി കൊടുക്കുക. അത് എത്ര ബഹളം വന്നാലും സംഭവ വികാസം ഉണ്ടായാലും നടത്തിക്കൊണ്ടുപോകുക, അത് അങ്ങയുടെ ചുമതലയാണ്. രണ്ടാമത്, പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക. അത് അങ്ങയിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യമാണ്, കടമയാണ്, അങ്ങ് ചെയ്യേണ്ടതാ. പക്ഷേ അങ്ങൊരു കാര്യം ഓർക്കണം, ഇനി അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അങ്ങ് തയ്യാറാവുന്നില്ലെങ്കിൽ, അങ്ങേക്ക് താല്പര്യമില്ലെങ്കിൽ അവരെ അവഗണിക്കാതിരിക്കാനെങ്കിലും അങ്ങ് ശ്രമിക്കണം. ഇന്നലെ അത് ഉണ്ടായോ? സ്പീക്കർ എന്ന് പറയുന്നത് ഒരു ഉയർന്ന ഭരണഘടനാ സ്ഥാപനമാണ്. അത് ഭരണകക്ഷിയുടെ മെയ്ക്കാട്ട് പണിക്കാരനാകാനുള്ള ആളല്ല, അത്തരത്തിലുള്ളൊരു പദവിയല്ല. നമുക്ക് രാഷ്ട്രീയ ബന്ധങ്ങളും രാഷ്ട്രീയമായ അഫിലിയേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അങ്ങയുടെ മുൻഗാമികളിൽ പലരും എന്ന് ഞാൻ അടിവരയിട്ടാ പറയുന്നത്. ചിലരെ കുറിച്ച് അത് പറയാൻ പറ്റത്തില്ല, അനുഭവത്തിൽ നിന്നാ പറയുന്നത്. പക്ഷെ മിക്കവരും
ഒരു പത്രലേഖകൻ എന്ന നിലയിൽ ഞാൻ പരിചയപ്പെട്ടുള്ള സ്പീക്കർമാരിൽ മിക്കവരും ഞാൻ ഈ നേരത്തെ പറഞ്ഞ രണ്ട് കർത്തവ്യങ്ങളെ കടമകൾ നിർവഹിച്ചു പോകുന്ന ആളാ. അങ്ങ് അതിൽ നിന്ന് മാറരുത്. സ്പീക്കർ നീതി പാലിക്കണമെന്ന് എഴുതിയ ഒരു ബാനർ ഇന്നലെ പ്രതിപക്ഷം അവിടെ ഉയർത്തി. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. നിയമസഭയിൽ അത് ചെയ്യരുത്, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് കരുതുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. നിയമസഭയുടെ പരിപാലനയ്ക്ക് വളരെ അധികം വില കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്നലെ അത് ഉണ്ടാവാൻ പാടില്ലായിരുന്നു, പക്ഷെ അത് ഉണ്ടാവാറുണ്ട് ആര് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും. അപ്പോൾ അങ്ങ് ഒരു പ്രതികരണം നടത്തിയത് കേട്ടു. ഈ ബാനർ കുറച്ചുകൂടി ഉയർത്തിപ്പിടിക്കുമെന്ന്. പരിഹസിച്ചതാവാം, പ്രകോപിപ്പിച്ചതാവാം, അതെന്തുമായിക്കൊള്ളട്ടെ. പക്ഷെ ബഹുമാനപ്പെട്ട സ്പീക്കർ നീതി പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നിയമസഭയിൽ ഒരു ബാനർ ഉയർത്തിപ്പിടിക്കുന്നത് അങ്ങയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ കാര്യമൊന്നുമല്ല, ഒട്ടുമേ അല്ല, ശകലം പോലും അല്ല. അങ്ങയിൽ പ്രതിപക്ഷാംഗങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു നടപടിയാണ് അത്. അങ്ങേക്കറിയാമല്ലോ, ഈ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുന്നത് ഏത് മുഖ്യമന്ത്രിയുടെയും മറ്റും അഭിപ്രായം കേട്ട ശേഷം ഇതങ്ങനെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങാണ് ഈ പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുന്നത്. പക്ഷെ അതിനുശേഷം പ്രതിപക്ഷം ഇറങ്ങിപ്പോകുമ്പോൾ അവര് പറയുന്ന ഒരു വാചകമുണ്ട്. അതെന്താണെന്ന് അങ്ങേക്കറിയാമല്ലോ. അതായത് സ്പീക്കർ ഈ പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വോക്കൗട്ട് ചെയ്യുന്നു എന്നവർ പറയില്ല. സ്പീക്കറെ ഒരു ചിത്രത്തിൽ പോലും കൊണ്ടുവരില്ല. പകരം ഏതൊരു പ്രതിപക്ഷവും പറയുന്നത്, അത് UDF ആണെങ്കിലും നാളെ LDF ആണെങ്കിലും, അവർ പറയുക ഈ പ്രമേയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാവാത്തതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വോക്കൗട്ട് നടത്തുന്നു എന്നാണ്. അതാണ് നിയമസഭയിലെ സ്പീക്കറുടെ പദവി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും വലിയ അഭിമാനകരമായ ഒന്നായിട്ട് അങ്ങ് ദയവ് ചെയ്ത് എടുക്കരുത്. അങ്ങ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ഇവിടെ വന്ന് പറയണോ എന്നൊരു ചോദ്യം ചോദിച്ചു. സ്പീക്കർ സാർ, വലിയ പഴക്കമില്ലാത്ത ചരിത്രം ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ. ഒരു കാര്യം ഞാൻ അങ്ങനെ ഓർമ്മിപ്പിക്കുക, ഒരു കഥ ചൊല്ലട്ടെ. അതായത് ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരിക്കുന്ന ഒരു സമയത്ത് മാതൃഭൂമി ചാനലിൽ ഒരു ടെലിവിഷൻ ചർച്ച നടക്കുന്നു. ഞാനതിലൊരു പാനലിസ്റ്റാണ്. CPM-നെ പ്രതിനിധീകരിച്ചു വന്നിരുന്നത് രാജു അബ്രഹാം, ഇന്നത്തെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി, പാർട്ടി സെക്രട്ടറി. അന്ന് ആ ചർച്ച അവതരിപ്പിച്ച വേണു ബാലകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളുടെ ഭാഗമായിട്ട് സ്പീക്കറെ വളരെ ശക്തമായിട്ട് വിമർശിക്കുന്ന ചില പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഞാനും ചിലതൊക്കെ പറഞ്ഞു. അന്നത്തെ ഒരു സാഹചര്യമായിരുന്നു. അന്ന് നിയമസഭയിൽ നടന്നതുമായി ബന്ധപ്പെട്ടാണ് അതൊക്കെ ഉണ്ടായത്. അന്ന് വേണു ബാലകൃഷ്ണനെതിരായിട്ട് സ്പീക്കർ അവകാശ ലംഘനത്തിന് നടപടിയെടുത്തു. പിന്നീട് ഇത് രമ്യതയിൽ തീർത്തു എന്നാണ് എൻ്റെ ഓർമ്മ. ഇത് മറക്കരുത്. അങ്ങനെ ചാനൽ ചർച്ചയിൽ അവിടെയും ഇവിടെയും ഒക്കെ ഇരുന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്നും പറയാൻ പറ്റത്തില്ല സാർ. അങ്ങനെ വല്ലതും പറഞ്ഞാൽ സഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ ഗൗരവമായിട്ട് എടുക്കണം സാർ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളഞ്ഞത് ശരിയാണോ എന്ന് അങ്ങൊന്ന് ചിന്തിച്ചാൽ മതി. അതൊരു അപേക്ഷയാണ്. ഇതിനിടെ നമ്മുടെ രണ്ട് മന്ത്രിമാര് P. രാജീവും MP. രാജേഷും നിയമസഭയിൽ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ആരാണ് ഏറ്റവും കൂടുതൽ ശക്തമായി ന്യായീകരിക്കുക എന്ന കാര്യത്തിൽ മത്സരത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവരാ ഈ രണ്ടുപേര്. ആദ്യം അത് രാജീവായിരുന്നു, രാജീവിന്റെ കുത്തകയായിരുന്നു. പക്ഷെ സ്പീക്കർ സ്ഥാനം ഒഴിഞ്ഞ് MP. രാജേഷും കൂടെ വന്നതോടെ തമ്മിൽ മത്സരമായി. ഇന്നലെയും അത് കണ്ടു. ഇന്നലെ സ്പീക്കർ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ തള്ളിക്കളഞ്ഞൊരു വിഷയം, രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള വധഭീഷണിയുമായി ബന്ധപ്പെട്ടത്. പിന്നീട് സംസാരിക്കുമ്പോൾ യാതൊരു മടിയും കൂടാതെ നമ്മുടെ P. രാജീവ് എടുത്തങ്ങ് പ്രയോഗിക്കുകയാണ് ചെയ്തത്. അപ്പൊ സ്പീക്കർക്ക് ഒരു മനസ്താപം ഉണ്ടായില്ല. രക്തത്തെ കണ്ടാൽ തിരിച്ചറിയുമല്ലോ. അദ്ദേഹത്തിന് നിർബാധം സംസാരിക്കാൻ പറ്റി. ഇത്ര ദിവസം മുമ്പ് നടന്നതല്ലേ, ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണോ ഈ പ്രമേയം കൊണ്ടുവരുന്നത്? പ്രിയപ്പെട്ട മന്ത്രി സാർ, അങ്ങനൊന്നും ഒരു നിയമവും ചട്ടമൊന്നുമില്ല സാറേ. നമ്മുടെ നിയമസഭാ ചട്ടങ്ങളിൽ ഒരു സംഭവം നടന്ന് ഇത്ര ദിവസത്തിനകം അല്ലെ പിറ്റേന്ന് തന്നെ അത് നോട്ടീസായിട്ട് വന്നോളണം, അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നും പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കാൻ നോക്കരുത്, മനസ്സിലായില്ലേ? അങ്ങ് ഇതുമായി ബന്ധപ്പെട്ടൊരു വലിയ ഉപമ, അതൊരു ഉൽപ്രേക്ഷയാണോ? വ്യാകരണം വലിയ പിടിയില്ലാത്തതുകൊണ്ടാണ് സംശയം. സഭയിൽ ഉന്നയിക്കുന്നത് കേട്ടു. തന്നെ നിയമസഭയിൽ ന്യായീകരിക്കാൻ കോൺഗ്രസുകാരും തയ്യാറാകാത്തത് കൊണ്ട് AK ആന്റണിക്ക് ഒരു പത്രസമ്മേളനം നടത്തേണ്ടി വന്നതുപോലെ രാഹുൽ ഗാന്ധിയും വല്ല പത്രസമ്മേളനവും നടത്തിക്കളയുമോ എന്ന് പേടിച്ചാ കോൺഗ്രസുകാർ ഇത് കൊണ്ടുവന്നതെന്ന്. ഇതായിരുന്നു കോട്ട് ഓഫ് ദ ഡേ കേട്ടോ. രാജീവ് മന്ത്രിയുടെ ഈ ഒരു ഉപമ എന്തൊരു ഭാവനയാണ്, എന്തൊരു പ്രയോഗമാണ്, എന്തൊരു പ്രത്യുൽപ്പന്നമതിത്വമാണ്, എന്തൊരു ക്ഷണബുദ്ധിയാണ്, മനോധർമ്മമാണ്.
പുറത്തൊരു പത്രസമ്മേളനത്തിൽ ഈ വിഷയം എടുത്തിട്ട് MP രാജേഷ് രാജീവിന്റെ കട്ടക്ക് നിന്ന് കേട്ടോ. ഇവ രണ്ടുപേരും മത്സരത്തില് സമാസമം നിൽക്കുകയാണ്. കേരളത്തിൽ നടക്കാനിരിക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കാരം സംബന്ധിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചൊരു നിലപാടെടുത്തതാ. അത് കേരളത്തിന് താല്പര്യം മുൻനിർത്തിയായിരുന്നു. അതുപോലെ ഒരു സമീപനം രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള വധശ്രമം സംബന്ധിച്ച പ്രമേയത്തിന്റെ കാര്യത്തിലും ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ ആ വിഷയം വന്നപ്പോ CPM-ന്റെ തനി ഗുണം പ്രദർശിപ്പിച്ചു. അത് അങ്ങേയറ്റം അല്പത്തരമായി പോയി. CPM-നോടൊരു അപേക്ഷയുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയമുണ്ട്, പക്ഷെ ചില വിഷയങ്ങളിൽ ഇതുപോലെ ഇങ്ങനെ ഇത്ര ചെറുതായി പോകരുത്. കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ ചെറുതാക്കരുത്. പക്ഷേ ഇന്നലെ നടന്നത് ചെയ്തത് വലിയ അല്പത്തരമായി പോയി സഹാക്കളെ.